ഹായ് ഓൾ, നമുക്കിന്ന് PMVYൻ്റെ ആപ്പ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ PMVY എന്ന് പറഞ്ഞ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പം ചില സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും സൈറ്റ് ഓപ്പൺ ചെയ്ത് കിട്ടുക. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ 3 വരേൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ പടം കാണാം. അതാണ് നമ്മുടെ ഹോം പേജ്. ആ ഹോം പേജ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പേജിലേക്ക് എത്തും. ഇതിനകത്ത് ആധാർ, ഫേസ് ID, PMVY ആപ്പ്, ഈ 2 ആപ്പാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതിനകത്ത് ആദ്യം നമുക്ക് ആധാർ, ഫേസ് ID എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് ഓൾറെഡി എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾഡ് ആണ്, അതുകൊണ്ട് ഇവിടെ അൺഇൻസ്റ്റാൾ എന്നാണ് കാണിക്കുക. നിങ്ങളിവിടെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ എന്നായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഇൻസ്റ്റാൾ ഞെക്കി കഴിയുമ്പം ഇത് ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആവും. ഇൻസ്റ്റാൾ ആയി കഴിയുമ്പം ഇവിടെ അൺഇൻസ്റ്റാൾ എന്ന് കാണിക്കും. അൺഇൻസ്റ്റാൾ എന്ന് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം ഇത് ഇൻസ്റ്റാൾ ആയി എന്നാണ്. ഇത് നമുക്ക് എവിടെയും കാണാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഈ ബാക്കോട്ടുള്ള ബട്ടൺ ഞെക്കി നമുക്ക് പുറകോട്ട് പോയി പഴയ പേജിലേക്ക് എത്താം. അപ്പോൾ അങ്ങനെ നമ്മൾ ആധാർ, ഫേസ് ID നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നമുക്ക് PMVYൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ സ്ഥലത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇവിടെ ഡൗൺലോഡിങ് ഫയൽ എന്ന് പറയുന്നിട്ട് ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിനർത്ഥം ഇതൊരു ഫയലായിട്ടാണ് ഇത് ഇൻസ്റ്റാൾ ആവുന്നത്. നമ്മൾ ഡയറക്റ്റായിട്ട് ചെയ്യുന്ന പോലെ ഒരിക്കലും വരുന്നുണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഓപ്പൺ എന്നായിരിക്കും ഉണ്ടാവുക. ചിലർക്ക് വേറെ ഒരു സെറ്റിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരിക. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ഓപ്പൺ ആക്കുക, ആ ഫയൽ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് പ്രോസസ്സ്. ഞാനിവിടെ ഏതെങ്കിലും നിങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് വൺസ് കൊടുത്ത് ഓപ്പൺ ചെയ്യുകയാണ്. ചോദിക്കും ഡു യു വാണ്ട് ടു ഇൻസ്റ്റാൾ ദ ആപ്പ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ കൊടുക്കാം. ഇതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എല്ലാവരുടെയും ഫോണിലുണ്ടാകും. അതിന് എന്താണ് വരുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടി വരും. എനിക്കിപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഇങ്ങനെ വരികയാണെങ്കിൽ അലൗ ആക്സസ് ടു മാനേജ് ഓൾ ഫയൽസ്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ അലൗ ബട്ടൺ കൊടുക്കണം. എന്നിട്ട് ബാക്ക് അടിയാം. ഇപ്പോൾ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ലോഗിൻ ചെയ്ത് നോക്കാം. ലോഗിൻ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാവേ. അപ്പോൾ താങ്ക് യു.